നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷനും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു മൂന്നാല് ടൈപ്പ് കണക്കുകൾ നമ്മൾ ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻ ഇൻ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ഫംഗ്ഷനുകൾ പറയുമ്പോൾ y = x²+3 അല്ലെങ്കിൽ f(x) = x²+3 അല്ലെങ്കിൽ ഇത് എക്സ്പ്ലിസിറ്റ് ഫോം, ഇത് ഇംപ്ലിസിറ്റിൽ x²+y² 1. അതായത് വൈയും എക്സും മാത്രമാണ് അവിടെ ഉണ്ടാവുക വേരിയബിളുകളായിട്ട്. കാരണം എക്സിന് വില കൊടുക്കുമ്പോൾ ഇവിടെ എക്സിന് നിങ്ങൾ 1 കൊടുക്കുമ്പോൾ y നിങ്ങൾക്കൊരു വില കിട്ടുന്നു, എക്സിന് 2 കൊടുക്കുമ്പോൾ y ഒരു വില കിട്ടുന്നു. അങ്ങനെ എക്സും വൈയും കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസിലാണ് നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ളത്. f(x) = y അല്ലെങ്കിൽ y = f(x) എന്ന് പറയുന്നത്. എന്നാൽ ഇനി നമ്മൾ ഫംഗ്ഷൻ പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഇനി നമ്മൾ ഫംഗ്ഷൻ പറയാൻ പോകുന്നത് ഈ എക്സും വൈയും വേരിയബിൾ ആണ്, ശരിയാണ്. എക്സിന് വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, വൈയെ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. കാരണം എക്സ് നമ്മളാണ് ഇട്ട് കൊടുക്കുന്നത്, വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കിട്ടുന്നത്, അതുകൊണ്ട് വൈ ഡിപ്പെൻഡൻറ്റ്. ഈ ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റും അല്ലെങ്കിൽ എക്സും വൈയും വേരിയബിളുകളുടെ ഡയറക്റ്റ് കണക്ഷന് പകരം എക്സിനെയും വൈയെയും വേറൊരു വേരിയബിളിലേക്ക് കണക്ട് ചെയ്യും. വേറൊരു വേരിയബിളിലേക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ഇക്വേഷൻ കണ്ടില്ലേ, ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നത് നോക്കുക, x = t, y = t²+3. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എക്സിന് പകരം നിങ്ങൾ ഈ ടിക്ക് പകരം നിങ്ങൾ എക്സ് കൊടുത്താൽ y = x²+3 കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഈ എക്സും വൈയും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം, വൈയും എക്സും ഡയറക്റ്റ് കണക്ട് ചെയ്യാതെ എക്സിനെ ടിയിൽ വൈയെയും ടിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് x ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് y ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. എക്സും വൈയും ഫംഗ്ഷൻ ഓഫ് ടിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? വൈയും എക്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായ വേരിയബിളായി ആര് മാറി? ടി മാറി. അങ്ങനെയുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ പാരാമീറ്ററുകൾ എന്ന് വിളിക്കുക. അതായത് ഇവിടെ എക്സും ഇനി ടിയുടെ വില ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈ എന്നല്ലേ പറയുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ടിക്ക് നിങ്ങൾ 1 കൊടുക്കുന്നു, ടിക്ക് 1 കൊടുക്കുമ്പോൾ x 1 y 4, ടിക്ക് 2 കൊടുക്കുന്നു, x2 y 7. അപ്പോൾ ടിയുടെ ടി എന്ന് പറയുന്ന ഒറ്റ ആളുടെ വില വെച്ചിട്ട് എക്സും വൈയും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് പാരാമീറ്ററുകൾ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ ടി ഒരു പാരാമീറ്ററാണ്. ഇവിടെ നോക്കൂ, ഇംപ്ലിസിറ്റായ x²+y² = 1. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന പാരാമീറ്റർ നോക്കൂ, x = cos θ, y = sin θ. ശരിയാണ്, കാരണം എക്സിന് പകരം നിങ്ങൾ കോസ് കൊടുത്താൽ cos² θ പ്ലസ് വൈക്ക് പകരം സൈൻ കൊടുത്താൽ sin² θ, cos² θ പ്ലസ് sin² θ 1 ആണ്. അപ്പം ഈ രണ്ട് പേരും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ നമ്മൾക്ക് തരുന്ന രണ്ട് എക്സ്പ്രഷനും ഒറിജിനൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ അവ പാരാമെട്രിക് ഇക്വേഷനുകളാവുള്ളൂ. അപ്പം ഇവിടെ എനിക്ക് എക്സ് കോസും വൈ ടാനും കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതെടുത്ത് ഇവിടെ കൊടുത്താൽ = 1 കിട്ടില്ല എന്നുള്ളത് കൊണ്ട്. അപ്പം ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറൊരു പാരാമീറ്ററിലുള്ള രണ്ട് എക്സ്പ്രഷൻസ് ആണിത്. അപ്പം x = cos θ, y = sin θ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? x = f(θ) എന്നും y = f(θ) എന്നുമാണ് തന്നിരിക്കുന്നത്. x = f(θ) ആൻഡ് y = f(θ). അപ്പോൾ ഇവിടെ ആരാണ് പാരാമീറ്റർ? തീറ്റയാണ് പാരാമീറ്റർ അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ dy/dx നിങ്ങൾക്ക് എളുപ്പമാണ് 2x+3 എന്ന് എഴുതാൻ അറിയാമല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇംപ്ലിസിറ്റ് ഫോമാണ്, നമ്മൾ പഠിച്ചതാണ്. ഡെറിവേറ്റീവ് എടുത്ത് dy/dxനെ ഒരു സൈഡിലാക്കി മറ്റുള്ളവർ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ തരുന്നതിന് പകരം ഈ ഫംഗ്ഷന് ഇങ്ങനെയാണ് തരുന്നതെന്ന് വെക്കുക, x = t എന്നും y = t²+3 എന്നുമാണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ dy/dx കാണുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് പാരാമീറ്ററായിട്ട് എക്സ്പ്രഷൻ തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവിനെ കാണുക? അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കൂ, x = f(t) എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ x = tയിൽ നിന്ന് നിങ്ങൾ dx/dt കാണുക. കാരണം x ടിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് പാരാമീറ്ററായ ടിയിൽ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചു. അടുത്തത് dy/dtയിൽ കണ്ടുപിടിക്കുക. കാരണം y എന്ന് പറയുന്ന ആൾ മാറുന്നത് വിത്ത് റെസ്പെക്ട് ടി ആണ്, അതുകൊണ്ട് dy/dtയിൽ കണ്ടുപിടിക്കുക. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? dy/dx അല്ലേ. dy/dx എന്ന് പറഞ്ഞാൽ ശരിക്കും dy/dt/dx/dt എന്നെടുത്താൽ മതി. എന്താകും? dy/dx = dy/dt/dx/dt. വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം, ഈ ഡിറ്റിയും ഡിറ്റിയും കട്ട് ചെയ്ത് കളഞ്ഞാൽ അത് dy/dx ആയി മാറുമെന്ന്.
അങ്ങനെ ചിന്തിക്കുന്നതാണ് എളുപ്പം. ബട്ട് അങ്ങനെയല്ല ഇവിടെ ശരിക്കും. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു t ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് x വിത്ത് റെസ്പെക്ട് ടു t എന്നാണ്. അപ്പം dy ബൈ dt ബൈ dx ബൈ dt. ഇനി തീറ്റ ആയിരുന്നെങ്കിലോ, f ഓഫ് തീറ്റ എന്നായിരുന്നെങ്കിലോ dy ബൈ dx ഈക്വൽ ടു dy ബൈ d തീറ്റ ബൈ dx ബൈ d തീറ്റ. അപ്പം വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് പാരാമീറ്റർ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് പാരാമീറ്റർ. ഈ രണ്ടും കണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? dy ബൈ dx കിട്ടും. പറയാൻ മനസ്സിലാവുന്നല്ലോ. നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, ഇവിടെ dx ബൈ dt നിങ്ങൾക്ക് എന്താ കിട്ടുക? dx ബൈ dt x ഈക്വൽ ടു t അല്ലേ? dx ബൈ dt വിത്ത് റെസ്പെക്ട് ടു t വിത്ത് റെസ്പെക്ട് ടു t 1 ആണല്ലേ? കാരണം x വിത്ത് റെസ്പെക്ട് ടു x 1 ആകുന്നത് പോലെ t വിത്ത് റെസ്പെക്ട് ടു tയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അടുത്തത് dy ബൈ dt കാണൂ. dy ബൈ dt ഈക്വൽ ടു y വിത്ത് റെസ്പെക്ട് ടു t. വിത്ത് റെസ്പെക്ട് ടു t ആണ് t സ്ക്വയറിൻ്റെത് 2t പ്ലസ് 3 ഇടത് 0 കോൺസ്റ്റന്റ് അല്ലേ? ഇനി നിങ്ങൾ പറയൂ dy ബൈ dx എങ്ങനെ കണ്ടുപിടിക്കുക? dy ബൈ dx ഈക്വൽ ടു dy ബൈ dt 2t ബൈ dx ബൈ dt 1 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2t എന്ന് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഈക്വൽ ടു 2t. അപ്പോൾ dy ബൈ dx ഇവിടെ നമ്മൾക്ക് 2t ആണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക്കൽ ഡെറിവേറ്റീവ് കാണുക. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം പാരാമെട്രിക്കുമായി കണക്ട് ചെയ്യുന്ന. x ഈക്വൽ ടു ഇഫ് x ഈക്വൽ ടു 2at സ്ക്വയർ y ഈക്വൽ ടു at റൈസ് ടു 4 ഫൈൻഡ് dy ബൈ dx. അപ്പോൾ നിങ്ങൾ നോക്കണം, x ഈക്വൽ ടു 2at സ്ക്വയർ y ഈക്വൽ ടു at റൈസ് ടു 4. ഇവിടെ a എന്ന് പറയുന്ന ആളുമുണ്ട്, t എന്ന് പറയുന്ന ആളുമുണ്ട്. a എന്ന് പറയുന്ന ആൾ ഇവിടെ കോൺസ്റ്റന്റ് ആണ്, പാരാമീറ്റർ അല്ല. അവയെ വിളിക്കുന്ന പേര് ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മാറാൻ കഴിയുന്ന കോൺസ്റ്റന്റ്. എക്ക് നിങ്ങൾക്ക് 1 കൊടുക്കാം, എക്ക് 2 കൊടുക്കാം, എക്ക് 3 കൊടുക്കാം. അതാണ് ആർബിട്രറി കോൺസ്റ്റന്റുകൾ, മാറാൻ കഴിവുള്ളത്. എന്നാൽ ഇവിടെ t എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ പാരാമീറ്റർ. t എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 2at സ്ക്വയർ y ഈക്വൽ ടു at റൈസ് ടു 4. അപ്പം ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾക്ക് എക്സും വൈയും പ്രത്യേകം പാരാമീറ്ററിൽ തരുന്നത് കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം അത് പാരാമെട്രിക് ഫോമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം dy ബൈ dt കാണുക. dy ബൈ dt എന്ന് പറയുമ്പോൾ at റൈസ് ടു 4 ആണ്. a കോൺസ്റ്റന്റ്, t റൈസ് ടു 4 വിത്ത് റെസ്പെക്ട് ടു t 4t ക്യൂബ്. ശരിയാണല്ലോ? ഈക്വൽ ടു 4at ക്യൂബ്. അടുത്തത് dx ബൈ dt എന്ന് പറയുമ്പോൾ എന്താ? x വിത്ത് റെസ്പെക്ട് ടു t 2a കോൺസ്റ്റന്റ്, t സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു t is 2t ദാറ്റ് ഈസ് ഈക്വൽ ടു 4at ആണല്ലോ. ഇനി നമ്മൾക്ക് എന്താ കാണുന്നത്? dy ബൈ dx ഈക്വൽ ടു നമ്മൾ എഴുതി വെക്കണം dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt ഈക്വൽ ടു dy ബൈ dt എന്ന് പറയുമ്പോൾ 4at ക്യൂബ് ഡിവൈഡഡ് ബൈ 4at. പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം dy ബൈ dt തന്നെ മുകളിൽ എഴുതണം. ഇങ്ങനെ എഴുതി വെച്ചിട്ട് dx എടുത്ത് ആദ്യം എഴുതരുത്. മനസ്സിലാവുന്നല്ലോ? ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4യും പോവും, tയും t ക്യൂബും പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? t സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? t സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ്റെ dy ബൈ dx. ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം പാരാമെട്രിക്കുമായി ബന്ധപ്പെട്ട. ഇഫ് x ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ ആൻഡ് y ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ ഫൈൻഡ് dy ബൈ dx. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഇവിടെ x കണക്റ്റഡ് വിത്ത് തീറ്റ, y കണക്റ്റഡ് വിത്ത് തീറ്റ. അപ്പോൾ എന്താ പറയുക? പാരാമീറ്റർ തീറ്റ ആണല്ലോ. അപ്പോൾ ആദ്യം dy ബൈ d തീറ്റ കാണാം. dy ബൈ d തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ എടുക്കുമ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് 2 തീറ്റ ഇൻറ്റു 2. ചെയിൻ റൂൾ അല്ലേ? കോസ് 2 തീറ്റ ഇൻറ്റു 2 തീറ്റയുടേത് 2. അടുത്തത് dx ബൈ d തീറ്റ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് തീറ്റയുടേത് മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് 2 തീറ്റയുടേത് മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു 2. ശരിയാണല്ലോ? 2 തീറ്റയുടേത് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യാം. കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ ഈക്വൽ ടു ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ പ്ലസ് 2 സൈൻ 2 തീറ്റ. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? dy ബൈ dx ഈക്വൽ ടു dy ബൈ d തീറ്റ ഡിവൈഡഡ് ബൈ dx ബൈ d തീറ്റ. ശരിയാണല്ലോ? dy ബൈ d തീറ്റ ബൈ dx ബൈ d തീറ്റ. dy ബൈ d തീറ്റ എന്താ അവിടെ? കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ തീറ്റ പ്ലസ്
2 സൈൻ. ദിസ് ഈസ് ദ എളുപ്പമാണ്. രണ്ട് കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മാത്രം മതി, രണ്ടിനെ ഡിവൈഡ് ചെയ്താൽ വെച്ചാൽ മാത്രം മതി. ഇങ്ങനെയാണ് dy by dx കാണുന്നത്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ വൈ ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഫൈൻ dy by dx. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, പലവട്ടവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണിത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയും പഴയ പോലെ തന്നെ എ എക്സും ആൻഡും വൈ ആർ കണക്റ്റഡ് വിത്ത് പാരാമീറ്റർ തീറ്റ. തീറ്റയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ dy by d തീറ്റ നമ്മൾക്ക് ആദ്യം കാണാം. dy by d തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു അല്ലേ കോൺസ്റ്റൻ്റ് അവിടെ കിടക്കും. എ ഇൻറ്റു 1 ഇൻറ്റു 0 പ്ലസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ സൈൻ തീറ്റ എന്ന് കിട്ടും dy by d തീറ്റ. അടുത്തത് dx by d തീറ്റ കാണാം. ഈക്വൽ ടു എ ഇൻറ്റു ആണ് ടോട്ടൽ, സോ എ ഇസ് കോൺസ്റ്റന്റ് ദർ. തീറ്റയുടേത് 1 വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണല്ലോ, മൈനസ് സൈൻ തീറ്റയുടേത് കോസ് തീറ്റ, 1 മൈനസ് കോസ് തീറ്റ. അവിടെ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഇത് തന്നെയാണ് ഫൈനൽ. ദെയർഫോർ dy by dx ഈക്വൽ ടു dy by d തീറ്റ ഡിവൈഡഡ് ബൈ dx by d തീറ്റ ഈക്വൽ ടു dy by d തീറ്റ എന്താ കിട്ടുക, എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എയും കട്ട് ചെയ്ത് പോകുമ്പോൾ സൈൻ തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, വേണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ വെച്ച് നിർത്താം. 2 മാർക്കിനൊക്കെയാണ് ചോദ്യമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. എന്നാൽ 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിയുകയാണെങ്കിൽ ഇതിനെ ഒന്നുകൂടി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുക? സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്, അറിയാമല്ലോ. അപ്പോൾ സൈൻ തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ആംഗിൾ ആകില്ലേ, ആംഗിൾ പകുതി ആകില്ലേ? സൈൻ 2 തീറ്റയാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ എന്ത് വരും? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ശരിയല്ലേ? സൈൻ 2 തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ ആകുന്നത് പോലെ സൈൻ തീറ്റ 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇനി 1 മൈനസ് കോസ് 2 തീറ്റ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇടയ്ക്ക് എപ്പോഴോ. 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 1 പ്ലസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റയാണ് അല്ലേ. അപ്പോൾ 1 മൈനസ് കോസ് 2 തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ആകുമെങ്കിൽ 1 മൈനസ് കോസ് തീറ്റ എന്ന് വരും? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്നാകില്ലേ? തീറ്റ ബൈ 2. ദെയർഫോർ 2 കട്ട് ചെയ്ത് പോകും, ഒരു സൈനും കട്ട് ചെയ്ത് പോകും, ഈക്വൽ ടു കോസ് ബൈ സൈൻ. നമ്മൾക്ക് എന്തെന്ന് കിട്ടും? ഫൈനൽ ആൻസർ കോട്ട് തീറ്റ ബൈ 2 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 y ഈക്വൽ ടു എ സൈൻ ടി ഫൈൻ dy by dx. അപ്പോൾ ഇവിടെ എക്സും വൈയും കണക്ട് ചെയ്തിരിക്കുന്ന വേരിയബിൾ പാരാമീറ്റർ ടി. പാരാമീറ്റർ ഇസ് എ വേരിയബിൾ, പാരാമീറ്റർ ടി എ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾക്ക് dy by dt കാണാം. dy by dt ഈക്വൽ ടു എളുപ്പമാണ്, എ ഇൻറ്റു സൈൻ ടി ഈസ് എ കോസ് ടി. എ കോൺസ്റ്റൻറ്റ്, സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. അടുത്തത് dx by dt ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്, എ ഇൻറ്റു കോസ് ടിയുടേത് മൈനസ് സൈൻ ടി പ്ലസ് ലോഗ് ടാൻ ടി ബൈ 2 കോമ്പോസിഷൻ ആണല്ലേ, ചെയിൻ റൂൾ ആണല്ലേ. ഇവിടെ 3 ഫംഗ്ഷനുകൾ ഏതൊക്കെയാണ്? ലോഗ് ടാൻ ടി ബൈ 2. അപ്പോൾ ആദ്യം നിങ്ങൾ ലോഗിൻ്റെ എടുക്കണം. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ ടാൻ ടി ബൈ 2 എന്നാണല്ലേ. 1 ബൈ ടാൻ ടി ബൈ 2 ഇൻറ്റു ലോഗ് കഴിഞ്ഞ് ഇനി ടാനിൻ്റെ എടുക്കുക. ടാനിൻ്റെ എടുക്കുമ്പോൾ സി സ്ക്വയർ ടി ബൈ 2 ഇല്ലേ, ടാനിൻ്റെത് ഇൻറ്റു ഇനി ടി ബൈ 2ൻ്റെ എടുക്കുമ്പോൾ എന്താ എടുക്കുക? 1 ബൈ 2 എന്നാണ് എടുക്കുക, ശരിയല്ലേ. ലോഗ് ടാൻ ടി ബൈ 2 1 ബൈ ടാൻ ടി ബൈ 2 ഇൻറ്റു ടാനിൻ്റെത് സിക്സ് സ്ക്വയർ ടി ബൈ 2 ഇൻറ്റു ടി ബൈ 2ൻ്റെത് 1 ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ്, നോക്കൂ ടാൻ ടി ബൈ 2നെ എനിക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ കോസ് അങ്ങ് മേളിൽ പോകുമ്പോൾ എന്ത് കിട്ടും? കോസ് ടി ബൈ 2 ബൈ സൈൻ ടി ബൈ 2 ഇൻറ്റു സീക്സ് സ്ക്വയറിനെ എനിക്ക് 1 ബൈ കോസ് സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ 2 ഇൻറ്റു 1 ബൈ 2 എന്നാകും. സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ് ആ എക്സ്പ്രഷന്, ശരിയല്ലേ. സീക്സ് സ്ക്വയർ 1 ബൈ കോസ് സ്ക്വയർ, ഒരു കോസ് ടി ബൈ 2 ഒരു കോസ് സ്ക്വയറും കൂടെ പോകും. അപ്പോൾ എന്താ കിട്ടുക? എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ന്യൂമറേറ്ററിൽ പിന്നെ 1 മാത്രമേ ഉള്ളൂ, 1 ബൈ 2 സൈൻ ടി ബൈ 2 ഇൻറ്റു കോസ് ടി ബൈ 2. ഒരുമിച്ച് എഴുതുമ്പോൾ 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2. എന്താണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ? സൈൻ 2 തീറ്റ അല്ലേ. ഇവിടെ 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 ആകുമ്പോൾ എനിക്ക് സൈൻ ടി എന്ന് എഴുതിയാൽ പോരെ, കാരണം ഹാഫ് ആംഗിൾ അല്ലേ. സൈൻ ടി എന്ന് എഴുതിയാൽ മതിയാകും. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1 ബൈ
സൈൻ ടി എന്ന് എഴുതാം. കാരണം സൈൻ ടി ഈസ് 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 എന്നാണല്ലേ. ഈക്വൽ ടു എ ഇൻറ്റു LCM എടുക്കുമ്പോൾ എന്താ കിട്ടുക? സൈൻ ടി ഇൻറ്റു സൈൻ ടി ഈസ് സൈൻ സ്ക്വയർ ടി അല്ലേ, മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി ബൈ സൈൻ ടി എന്ന് വരും. ശരിയാണല്ലോ. 1 മൈനസ് സൈൻ സ്ക്വയർ ടി ബൈ സൈൻ ടി ഞാൻ മുകളിലേക്ക് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ടി ബൈ സൈൻ ഡി എക്സ് ബൈ ഡി ടി ആണ് ഈ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇവിടെ സൈൻ ടി ഇങ്ങോട്ട് LCM എടുക്കുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ഞാൻ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ ബൈ ഒറ്റ ഡിനോമിനേറ്റർ സൈൻ ടി. എന്താണ് 1 മൈനസ് സൈൻ സ്ക്വയർ ടി? 1 മൈനസ് സൈൻ സ്ക്വയർ ടി ഈസ് കോസ് സ്ക്വയർ ടി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി. കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. അപ്പം നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടുമ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾക്ക് കിട്ടിയത് ഡി എക്സ് ബൈ ഡി ടി ഡി വൈ. ഇനി എന്ത് കാണണം? ഡി വൈ ബൈ ഡി എക്സ് കാണാം. അതെങ്ങനെയാണെന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾക്ക് ഡി വൈ ബൈ ഡി ടിയും ഡി എക്സ് ബൈ ഡി ടിയും കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാണേണ്ടത് ഡി വൈ ബൈ ഡി എക്സ്. ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്താ? എ കോസ് ടി ഡിവൈഡഡ് ബൈ എ കോസ് സ്ക്വയർ ടി ബൈ സൈൻ ടി. ശരിയാണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക? എയും ക്യാൻസലായി പോകുന്നു. ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ബൈ സൈൻ ടി മേളിൽ പോകുമ്പോൾ കോസ് ടി സൈൻ ടി ബൈ കോസ് സ്ക്വയർ ടി എന്നാണ് അല്ലേ. ഒരു കോസ് ടിയും ഒരു സ്ക്വയറും പോകും. സൈൻ ബൈ കോസ് എന്തെന്നായി മാറും? നമ്മൾക്ക് ടാൻ ടി എന്ന ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ ടി. ശ്രദ്ധിച്ചോളുക. അടുത്തത് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളുക. പാരാമെട്രിക്കുമായി കണക്ട് ചെയ്ത് തന്നെയാണ്. ഇഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആൻഡ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ആദ്യം ഡി വൈ ബൈ ഡി ടി എടുക്കുമ്പോൾ ഇവിടെ ചെയിൻ റൂളാണ്. റൂട്ട് എന്നുള്ളതാണ് ആദ്യം അല്ലേ. റൂട്ട്, പിന്നെ എ റൈസ് ടു, പിന്നെ കോസ് ഇൻവേഴ്സ്, മൂന്നും. അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് 1/2 റൂട്ട് ഓഫ് ഇത് ഇൻറ്റു എ റൈസ് ടുവിൻ്റെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് എ റൈസ് ടു എക്സ് ഈസ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ, പിന്നെ കോസിൻ കുറേ ലോങ് ആവും, വളരെ ലോങ് ആയി മാറും ആ ഒരു ഡെറിവേറ്റീവ് പോർഷൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം y ഈക്വൽ ടു റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി ആണല്ലോ. റൂട്ട് എ കോസ് ഇൻവേഴ്സ് ടി. ദെയർഫോർ ഞാൻ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് റൂട്ട് അങ്ങ് ഇല്ലാതാകും. വൈ സ്ക്വയർ ഈക്വൽ ടു എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്നാകും അല്ലേ. ഇനി എൻ്റെ പ്രശ്നം ഇവിടെ പവർ കിടക്കുന്നു എന്നുള്ളതാണ്. പവറിനെ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ലോഗരിതം അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡും ലോഗരിതം കൊടുക്കുന്നു. ലോഗ് വൈ സ്ക്വയർ ഈക്വൽ ടു ലോഗ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. ശരിയാണല്ലോ. ദെയർഫോർ 2 ഫ്രണ്ടിൽ വരുമ്പോൾ 2 ലോഗ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. ശരിയാണല്ലോ. പവർ ഫ്രണ്ടിൽ വന്നു. പവർ ഫ്രണ്ടിൽ വന്നപ്പോൾ കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇൻറ്റു ലോഗ് എ. ഇനി നിങ്ങൾ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കുക. എന്താ സംഭവിക്കുക? 2 ഇൻറ്റു ലോഗ് വൈയുടേത് 1/y ഡി വൈ ബൈ ഡി എക്സ് എന്നല്ല കൊടുക്കേണ്ടത്. കാരണം ഇവിടെ വേരിയബിൾ ടി ആണ്. വൈ ഈസ് കണക്റ്റഡ് ടു ടി. ദെയർഫോർ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. അതാണ് ഓർക്കേണ്ടത്. ഇവിടെ y കണക്റ്റഡ് ടു ടി ആണ്. y കണക്റ്റഡ് ടു എക്സ് ആകുമ്പോഴാണ് നമ്മൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവിനെ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതുക. ഇവിടെ y കണക്റ്റഡ് ടു ടി ആണ്. അതുകൊണ്ട് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ലോഗ് എ കോൺസ്റ്റൻ്റ് ആണ്. ലോഗ് എ ഇൻറ്റു കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് -1/√1 മൈനസ് ടി സ്ക്വയർ. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എക്സ് -1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതുപോലെ -1/√1 മൈനസ് √1 മൈനസ് ടി സ്ക്വയർ. ഇതിൽ നിന്ന് ഡി വൈ ബൈ ഡി ടി എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എന്താ കിട്ടുക? y നമുക്ക് മുകളിലേക്ക് പോകും, 2 താഴേക്ക് വരും അല്ലേ. അപ്പോൾ എന്ത് വരും? y ലോഗ് എ മൈനസ് y ലോഗ് എ ഡിവൈഡഡ് ബൈ, കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -y ലോഗ് എ ഡിവൈഡഡ് ബൈ 2√1 മൈനസ് ടി സ്ക്വയർ. 2√1 മൈനസ് ടി സ്ക്വയർ. ഇതാണ് നമ്മളുടെ എന്ത്? ഡി വൈ ബൈ ഡി ടി. ഇതേപോലെ എന്ത് കാണണം? ഡി എക്സ് ബൈ ഡി ടി കാണണം. നോക്കാം, ശ്രദ്ധിക്കുക. ഡി എക്സ് ബൈ ഡി ടി കാണുന്നതിന് മുമ്പ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ആളെ സിംപ്ലിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ എക്സ് ഇതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സൈൻ ഇൻവേഴ്സ് ടി. ഇനി പവർ മാറ്റണം. അതിനുവേണ്ടി ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് എക്സ് സ്ക്വയർ ഈക്വൽ ടു
ലോഗ് എ റേസ് ടു സൈൻ ഇൻവേഴ്സ് ടി. പവർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 log x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. ശരിയാണല്ലോ. ഇനി നിങ്ങൾക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ഇൻറ്റു ലോഗ് എക്സിൻ്റെത് 1/x ആണ്. നമ്മൾക്കറിയാം, നമ്മൾ പറഞ്ഞത് ലോഗ് y വരുമ്പോൾ 1/y ഇൻറ്റു dy/dt എന്ന് കൊടുക്കണമെന്നായിരുന്നു അല്ലേ. y വരുന്ന ഡെറിവേറ്റീവ് വരുമ്പോഴാണ് അതിൻ്റെ കൂടെ dy/dx എന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ x എന്ന് പറയുന്ന ആൾ ടിയിൽ കണക്റ്റഡ് ആണ്. x എന്ന് പറയുന്ന ആൾ ടിയിൽ കണക്റ്റഡ് ആകുമ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/x ഇൻറ്റു dx/dt എന്നെടുക്കണം. കാരണം നമ്മൾ ഇവിടെ രണ്ട് സൈഡും ഇവിടെ വരുമ്പോൾ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി എടുത്താൽ മാത്രമേ സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കുന്നത് കൊണ്ടാണ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 1/x. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 1/x. പക്ഷെ നമ്മൾ ഇവിടെ എടുക്കുന്നത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അതുകൊണ്ട് ലോഗ് എക്സിൻ്റെത് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്ത ശേഷം ആ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് മാറ്റണം. കാരണം ഫൈനലി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് വേണ്ടുന്നത്. അപ്പം എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എടുക്കുന്നത് കൊണ്ടാണ് 1/x ഇൻറ്റു dx/dt എന്നെടുക്കുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിൾ ആണെന്ന് നോക്കിയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ലോഗ് ടി ആയിരുന്നുവെങ്കിൽ 1/t എന്ന് എഴുതിയാൽ മതി, അതിൻ്റെ കൂടെ ഒന്നും എഴുതണ്ട. കാരണം വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് നമ്മൾ എടുക്കുന്നത്. ബട്ട് ഇവിടെ എക്സ് ആണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡെറിവേറ്റീവ് വേണ്ടുന്നത്. അതുകൊണ്ടാണ് 1/x ഇൻറ്റു dx/dt എന്ന് എഴുതുന്നത്. ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയ ലോഗ് എ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടി വിത്ത് റെസ്പെക്ട് ടു ടി. സൈൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി 1/√1 - t² ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് dx/dt നമ്മൾക്ക് എന്ത് കിട്ടും? dx/dt ഈക്വൽ ടു എക്സ് മേളിലേക്ക് പോകുമ്പോൾ എക്സ് ലോഗ് എ ബൈ 2 ഇഞ്ച് താഴേക്ക് പോകും 2 × √1 - t². dx/dt കിട്ടിക്കഴിഞ്ഞു. നമ്മൾക്കറിയാമായിരുന്നു, നമ്മൾ ചെയ്തതാണ് dy/dt നേരത്തെ ചെയ്തു -y log a ഡിവൈഡഡ് ബൈ 2√1 - t² എന്നായിരുന്നു നേരത്തെ ചെയ്തതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസറായ dy/dx ഈക്വൽ ടു dy/dt ബൈ dx/dt ഈക്വൽ ടു -y log a ബൈ 2√1 - t² ഡിവൈഡഡ് ബൈ x log a ബൈ 2√1 - t². കിട്ടിയവ രണ്ടേയും ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇത് രണ്ടും കോമൺ ആണ്. രണ്ടിനും കണ്ടില്ലേ, വെട്ടിപ്പോകുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? -y/x. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലോഗ് എക്സ് എടുക്കുമ്പോൾ 1/x ഇൻറ്റു dx/dt എടുക്കണമെന്നും ലോഗ് y എടുക്കുമ്പോൾ 1/y ഇൻറ്റു dy/dt ആണ് എടുക്കേണ്ടതെന്നുമുള്ള ഓർമ്മ ചെയ്യുമ്പോൾ വേണം, പഠിക്കുമ്പോഴും വേണം. അത് മാത്രം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ. അടുത്ത പാരാമെട്രിക്കുമായി ബന്ധപ്പെട്ട അവസാന ക്വസ്റ്റ്യൻ നോക്കാം. If x equal to a into cos theta plus theta sin theta and y equal to a into sin theta minus theta cos theta, find dy/dx. അപ്പോൾ ഇവിടെ നമ്മൾ എക്സും വൈയും കണക്റ്റഡ് ടു തീറ്റയാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം dy/d θ കാണുന്നു. dy/d θ ഈക്വൽ ടു a ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ, തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇറ്റ്സ് എ പ്രോഡക്റ്റ് റൂൾ അല്ലേ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആണല്ലോ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ u ഇൻറ്റു v എന്നുള്ള രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുക്കാൻ മറക്കരുത്. കാരണം രണ്ട് ടേമുകളായി മാറും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് തിരിച്ച് കോസ് തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് തീറ്റ 1. മനസ്സിലാവുന്നുണ്ടല്ലോ. തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് പ്രോഡക്റ്റ് റൂൾ ബിക്കോസ് വി ആർ ടേക്കിംഗ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഈക്വൽ ടു എന്തെന്നാ കിട്ടുക? ഈക്വൽ ടു a ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ. ശരിയാണല്ലോ. സോറി, മൈനസ് കോസ് തീറ്റ. ശരിയാണല്ലോ. കാരണം ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ മൈനസ്. അപ്പോൾ ആ കോസ് തീറ്റ കട്ട് ചെയ്ത് പോകും. നമ്മൾക്ക് a തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. a തീറ്റ സൈൻ തീറ്റ. അതേപോലെ dx/d θ ചെയ്യുമ്പോൾ a ഇൻറ്റു കോസ് തീറ്റയുടേത് മൈനസ് സൈൻ തീറ്റ പ്ലസ് വീണ്ടും പ്രോഡക്റ്റ് റൂളാണ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടേത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് വരും. therefore സൈൻ തീറ്റ കട്ട് ചെയ്ത് പോകും. നമ്മൾക്ക്
എ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ശരിയാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താകും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ ഈക്വൽ ടു എ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെ നമ്മൾക്ക് തീറ്റ കോസ് തീറ്റയാണ് നമ്മൾ എഴുതിയതിനകത്ത് പ്രശ്നം വന്നു. തീറ്റ കോസ് തീറ്റയാണ് നടുക്ക്. ഇവിടെ നമ്മൾക്ക് കോസ് തീറ്റ എന്നാണ് വരിക. കാരണം ഇവിടെ മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഓക്കെ, ദെയർഫോർ എ തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ തീറ്റ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എ തീറ്റ കട്ടാവുന്നു. സൈൻ ബൈ കോസ് എന്തായി മാറും? ടാൻ തീറ്റയായി. സൈൻ ബൈ കോസ് ഇസ് ടാൻ തീറ്റ. ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ചെയ്യുന്നത്.